ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്ന ഏറ്റവും നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുവന്നുവെന്നും തിരുവനന്തപുരത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ആ വിഗ്രഹങ്ങൾ വിറ്റുവെന്നുമുള്ള നിർണായക മൊഴിയാണ് വിദേശ വ്യവസായി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ സൂചിപ്പിച്ച വിദേശ വ്യവസായിയാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയിൽ പറയുന്നത് 2019-20 കാലഘട്ടത്തിലാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത്. 2020 ഒക്ടോബർ മാസം 20-ാം തീയതി തിരുവനന്തപുരത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറുകയായിരുന്നു. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ്. ദുബായിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിലെ പ്രധാനിയാണ് ഡി മണി. ദാവൂദ് മണിയെന്നും ഡോളർ മണിയെന്നും ഒക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഡി മണിയാണ് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയത്. ദുബായിൽ നിന്ന് ഡി മണി തിരുവനന്തപുരത്തേക്ക് നേരിട്ടെത്തുകയായിരുന്നു. അതേസമയം ഡിണ്ടിഗലിൽ നിന്ന് ഒരു കാർ നിറയെ പണവുമായി മറ്റൊരു സംഘം തിരുവനന്തപുരത്തെത്തി. ഈ തിരുവനന്തപുരത്തെത്തിയ സംഘം ഡി മണിയോടൊപ്പമാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തിയത്. അതേസമയം അവിടെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കൈവശം നിരവധി പഞ്ചലോക വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ 4 എണ്ണം ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ് എന്ന് ആ വേദിയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരു കാറിൽ കൊണ്ടുവന്ന നിറയെ പണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ശബരിമല ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വത്തിലെ ഉന്നതന് കൈമാറി എന്നാണ് വിദേശ വ്യവസായിയുടെ ഏറ്റവും നിർണായകമായ മൊഴി. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി മാത്രമല്ല, കട്ടിളപ്പാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണങ്ങൾ മാത്രമല്ല, പഞ്ചലോക വിഗ്രഹങ്ങൾ വരെ ശബരിമല സന്നിധാനത്ത് നിന്ന് കടത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ശബരീശ സന്നിധിയിലെ സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ വിഗ്രഹം പോലും കട്ടുമുടിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വരുന്നു. എങ്ങനെയാണ് അയ്യപ്പ വിശ്വാസികൾ ഇത് സഹിക്കുക? എങ്ങനെയാണ് ഇത് ഹിന്ദു വിശ്വാസികൾ ഇത് സഹിക്കുക? ശബരിമലയിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ പുറത്തു വരുന്നു. 2019-20 കാലത്ത് ശബരിമല ഭരിച്ച എൻ വാസുവിന്റെയും എ പത്മകുമാറിനെയും അടക്കമുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ, കടകംപള്ളി സുരേന്ദ്രന്റെയും അതുപോലെ വി എൻ വാസവന്റെയും കാലഘട്ടത്തിൽ, ഇടതു സർക്കാരിന്റെ കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ പോലും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത. ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം പോലും കടത്തിയോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ അയ്യപ്പ വിശ്വാസികളെ, ശബരിമല വിശ്വാസികളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ശബരിമലയിൽ നിന്നും ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കൂടി വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു. വിദേശത്തെ വിഗ്രഹ കടത്തുകാർക്ക് വിറ്റിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയ്ക്ക് ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ വിറ്റിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായക വാർത്തയാണ് പുറത്തു വരുന്നത്.